വിവാഹം കഴിഞ്ഞ് 1.5 വർഷം കുഞ്ഞുങ്ങളില്ലായിരുന്നു. ആദ്യത്തെ പാസ്റ്റിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയി. കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് കുറവായിരുന്നു. 3-ാം മാസം ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവസന്നിധിയിൽ സാക്ഷിയെ നിൽപ്പാൻ ദൈവം സഹായിച്ച കൃപകൾ ഓർത്ത് ദൈവത്തോട് നന്ദി പറയുന്നു. ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് 1.5 വർഷം കുഞ്ഞുങ്ങളില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ കാട്ടാക്കട പ്രയർ ടൗണിലേക്ക് കടന്നുപോയി. ബ്രദർ അപ്പോഴും 3 ആഴ്ചത്തെ ഹീലിംഗ് പ്രയറും 11 ആഴ്ച ചർച്ചിൽ വരണമെന്നും പറഞ്ഞായിരുന്നു. ഞങ്ങൾ അതുപോലെ തന്നെ അനുസരിച്ചു. എന്നിട്ട് ഞങ്ങളുടെ വിഷയത്തിന്മേൽ ഒരു മാറ്റം ഇല്ലായിരുന്നു. ഞങ്ങൾ വീണ്ടും പ്രയർ ടൗണിലേക്ക് കടന്നുപോയി. അപ്പോൾ ബ്രദർ 7 ആഴ്ച ഉപവാസത്തോടുകൂടെ ആരാധനയിൽ പങ്കെടുക്കാൻ പറഞ്ഞായിരുന്നു. ആദ്യത്തെ പാസ്റ്റിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയി. എന്നിട്ട് ഫസ്റ്റ് സ്കാനിങ്ങിൽ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് കുറവായിരുന്നു. ഞങ്ങൾ വീണ്ടും പ്രൈവറ്റ് ടൗണിലേക്ക് കടന്നുപോയി. സ്കാനിങ്ങിൽ ഹാർട്ട് ബീറ്റൊക്കെ ഓക്കെ ആയി. പിന്നെ 3-ാം മാസം ബ്ലീഡിങ് ഉണ്ടായിരുന്നു. ഞങ്ങൾ വീണ്ടും ബ്രദറിനെ കാണാനായിട്ട് കടന്നുപോയി. അപ്പോഴും ബ്രദർ ഇല്ലായിരുന്നു, എബി ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പ്രാർത്ഥിച്ചിട്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു കുഴപ്പം ഉണ്ടായില്ല. എനിക്ക് ദൈവം ഒരു ആരോഗ്യമുള്ളൊരു ആൺകുഞ്ഞിനെ ദൈവം തന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവത്തിനും പ്രാർത്ഥിച്ച ബ്രദറിന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷി നിർത്തും. ശക്തിയോടെ കരം ചേർത്തടിച്ച അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? അവർ ദൈവസന്നിധിയിൽ ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരുന്നു. അവർ പല പ്രാവശ്യം ആഗ്രഹിച്ചിട്ടും അവരുടെ ആഗ്രഹം സഫലമാകാതിരുന്ന സമയത്തിൽ ദൈവസന്നിധിയിലേക്ക് അവരുടെ ഹൃദയ നിലവുകൾ, ഹൃദയത്തിൻ്റെ വിചാരങ്ങളെ, അവരുടെ ആഗ്രഹങ്ങളെ ദൈവകരങ്ങളിലേക്ക് നൽകി പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. അത്ഭുതമെന്ന് പറയട്ടെ, അവർ ദൈവസന്നിധിയിലേക്ക്, ദൈവകരങ്ങളിലേക്ക് അവരുടെ വിഷയം നൽകിയപ്പോൾ, അവരുടെ ആഗ്രഹത്തെ നൽകിയപ്പോൾ, അതുവരെയും അവരുടെ ശക്തിക്കോ അവരുടെ കഴിവിനോ അവരുടെ സാഹചര്യങ്ങൾ കൊണ്ട് ആമേൻ നടക്കാതെ പോയ അവരുടെ ആഗ്രഹം എൻ്റെ ദൈവം സഫലമാക്കി. ലിയാൻ എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു മകനെ ദൈവം അനുഗ്രഹിച്ചു, മാനിച്ചു. ആമേൻ പ്രഗ്നൻസി ടൈമിലും ചില ഹാർട്ടിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഓരോ പ്രാർത്ഥനയിലും, ഓരോ ഘട്ടത്തിലും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ അവർ മുന്നേറിയപ്പോൾ ദൈവം അവരെ പിന്നിലോട്ട് വലിക്കുകയല്ല ചെയ്തത്, അവരെ പിൻപന്തിയിൽ നിർത്തുകയല്ല ചെയ്തത്. അവർ മുൻപിലേക്ക്, അനുഗ്രഹങ്ങളിലേക്ക്, ആമേൻ ദൈവിക നന്മകളിലേക്ക്, ദൈവം വെച്ചിരിക്കുന്ന അവകാശങ്ങളിലേക്ക് അവരുയർത്തി ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ കൊണ്ട് നിർത്തുവാൻ കൃപയായി തീർന്നു. ആമേൻ. അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിന് ഒരിക്കൽ കൂടെ ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുക്കാം.